ആ നാഗകന്യക ദേവിയുടെ അനുഗ്രഹം നേടുന്നതിൽ നിന്നും നമ്മൾ അവളെ തടയണം. ചക്രപുരത്ത് വച്ച് തന്നെ നമ്മൾ ആ നാഗകന്യകയെ അവസാനിപ്പിക്കണം. ഇതല്ലാതെ വേറെ വഴികളൊന്നുമില്ല രുദ്ര. നീ എന്ത് പറയുന്നു? അങ്ങ് പറഞ്ഞതിനപ്പുറം ഞാൻ എന്താണ് പറയേണ്ടത് സ്വാമി? വരൂ, ചക്രപുരിയിലേക്ക് പോവാം. വരൂ സ്വാമി, നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം. പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം രുദ്ര. ത്രിപുര സുന്ദരി ദേവി ശക്തി സ്വരൂപിണിയാണ്. അവൾ ആ ദേവിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദേവിയുടെ അനുഗ്രഹം ഈ നാഗകന്യകയ്ക്കുണ്ട് എന്നർത്ഥം. അവളെ ചതിച്ച് വിജയിക്കാനാകൂ. നമ്മൾ ഇതിനു മുമ്പ് 1000 തവണ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി അവളെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ആ നാഗമാണിക്യം ഒന്നു മാത്രമാണ്. അതിനുവേണ്ടി തോറ്റാലും അപമാനവും വിരക്തിയും വന്നാലും അത് ഞാൻ സഹിക്കാം രുദ്ര. ഞാനും സ്വാമി. ആ നാഗകന്യകയുടെ മരണം കാണുന്നതുവരെ എത്ര അപമാനവും തോൽവികളുണ്ടായാലും അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. വരൂ സ്വാമി, നമുക്ക് ചക്രപുരിയിലേക്ക് പുറപ്പെടാം. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇത്രയൊക്കെ നമ്മൾ എത്തിയില്ലേ, അടുത്ത ആടി നമ്മൾ വയ്ക്കണം. അല്ലെങ്കിൽ പിന്നെ ആ നാഗമാണിക്യം നമുക്ക് സ്വന്തമാകാതെ പോവും. അമ്മേ ത്രിപുര സുന്ദരി, അമ്മയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളിതാ വരുന്നു. അമ്മയുടെ പുണ്യഭൂമിയിലേക്ക് ഞങ്ങളിതാ എത്തുകയാണ്. അമ്മേ, ഞങ്ങളെ അവിടെ നിന്ന് രക്ഷിക്കണം അമ്മേ. ഞാനും അമ്മയുടെ മകൻ തന്നെയാണ്. ഞാനും ആ കാലരുദ്രന്റെ ഭക്തൻ തന്നെയാണ്. അമ്മ ആ കാലരുദ്രന്റെ റാണിയും. അമ്മയുടെ ഈ മകനെ സംരക്ഷിക്കാനായി അമ്മ എത്തിയിരിക്കണം. എത്തിയേ മതിയാകൂ. ജയ് മഹാകാല, ജയ് മഹാദേവി, രുദ്ര. എടാ ഭാസ്കരെ, വേഗം എല്ലാം കെട്ടി തീർക്കടാവുന്നു. ആ രാഘവൻ ഒന്ന് നിക്കടാ. ഇത്ര തിരക്കപ്പെട്ടിട്ട് എങ്ങോട്ടായി പോകുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ? വെള്ളിയാഴ്ച സുമംഗലി പൂജയാ. ഒരു ഏർപ്പാടും കഴിഞ്ഞിട്ടില്ല. പൂജയ്ക്കും പ്രസാദത്തിനും വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യണം. എത്ര ആളുകൾ വരുമെന്നറിയോ? ഒരു നാണയം മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടാ നിലത്ത് വന്ന് വീഴില്ല, അത്രയ്ക്കും ജനമായിരിക്കും. അയ്യോ, ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ? ഇതുവരെ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതാ ഈ ക്ഷേത്രത്തിന്റെ മഹിമ. അതൊക്കെ പോട്ടെ, നീ എന്തിനാ ഈ പമ്പരം കറക്കിട്ട പോലെ ഇങ്ങനെ കിടന്ന് ഓടുന്നേ? ദേവിക്ക് പോലും ഇത്രയും ധൃതിയില്ലാതെ പിന്നെ ക്ഷേത്രത്തിന് ശമ്പളം വാങ്ങുന്നല്ലേ? ചിലരുണ്ട് ശമ്പളം മാത്രം വാങ്ങും, എന്നാൽ ഒരു പണിയും ചെയ്യില്ല. അപ്പൊ പിന്നെ നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ലെന്നാണോ? രാവിലെ 5 മണിക്കാ എഴുന്നേക്കുന്നേ. വിയർപ്പൊഴുക്കുന്ന ജോലിയാ. ദേഹം മുഴുവൻ വിയർപ്പായിരിക്കും. അതെ, കീശ നിറയെ കാശ് വാങ്ങുന്നല്ലേ? എടാ, ഞാൻ അത്തരത്തിലുള്ള ആളല്ല. തങ്കപ്പെട്ട മനുഷ്യനാ, നിഷ്കളങ്കനാ ഞാൻ. അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് പൈസ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഇപ്പൊ എന്ത് പറയുന്നു? ഒന്ന് എഴുന്നേക്കടോ, എഴുന്നേക്ക്. ഏത് മരമണ്ടനാടാ ഇത്? തോരണം കെട്ടാനുള്ള ഇല ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നേ. ഹേയ്, നേരത്തെ നീ എന്താ പറഞ്ഞേ? ക്ഷേത്രത്തിൽ നിന്ന് 1 രൂപയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നല്ലേ? ഇപ്പൊ കണ്ടില്ലേ എന്താ സംഭവിച്ചെന്ന്? അതാടാ ദേവിയുടെ മഹത്വം. എന്താടാ, കുരുടനാണെന്നറിയാൻ കണ്ണട വെക്കേണ്ട ആവശ്യമുണ്ടോ? എടാ, തിരുമേനി വരുന്നു. തിരുമേനി, ഈ വരുന്ന വെള്ളിയാഴ്ചയല്ലേ സുമംഗലി പൂജ? സുമംഗലി പൂജയെ പറ്റി നീ എന്നെ പഠിപ്പിക്കുന്നോടാ പരമേശ്വര? എന്താ, എനിക്കറിയില്ലേ? അതല്ല തിരുമേനി, വിശേഷപ്പെട്ട ഏർപ്പാടുകൾ എന്തെങ്കിലും ചെയ്യണോന്നറിയാൻ ചോദിച്ചത്. വിശേഷപ്പെട്ടിപ്പോ എന്താ ചെയ്യാനുള്ളത്? നടക്കേണ്ട സമയത്ത് ദേവിയുടെ മംഗല്യ പൂജയും നടക്കും, ശക്തിയും ലഭിച്ചിരിക്കും. അങ്ങനെയല്ലേ? ശ്രീചക്ര വൈഭോഗം നടക്കുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ചടങ്ങ് മാത്രമാണിത്. ഇതിനധികം പ്രാധാന്യം നൽകേണ്ടതില്ല. എന്താ തിരുമേനി ഇങ്ങനെയൊക്കെ പറയുന്നേ? സുമംഗലി പൂജ മറ്റുള്ള പൂജയെ പോലൊന്നും അല്ലല്ലോ തിരുമേനി. ഈ സമയത്തല്ലേ നാടിനെ സംരക്ഷിക്കുന്ന ദേവിക്ക് ശക്തി ലഭിക്കേണ്ടത്. എങ്ങനെ ഇതൊരു സാധാരണ പൂജയാകും? എന്താടാ, രാവിലെ തന്നെ നീ മദ്യപിച്ചിട്ടുണ്ടോ? നീ എന്തറിഞ്ഞിട്ടാടാ എന്നോട് സംസാരിക്കാൻ നിൽക്കുന്നേ? പരമേശ്വര തിരുമേനി, പൂജയ്ക്കിനി 3 ദിവസം കൂടിയുണ്ട്. നീ എന്തിനാ വേവലാതിപ്പെടുന്നത്? അതതിന്റെ വഴിക്ക് നടന്നോളും. അതല്ല തിരുമേനി, ജനങ്ങൾ കൂടുമ്പോ പോലീസിന്റെ സഹായം. അതിന്റെ ആവശ്യമില്ല. കാവലിന് ഇപ്പോഴുള്ള ആളുകൾ തന്നെ ധാരാളം. ഇനി അധികം ആളുകൾ വേണമെന്നില്ല. എന്നത്തെയും പോലെ ഇത്തവണത്തെ പൂജയും നടന്നിരിക്കും. കൂടുതൽ ജനങ്ങളൊന്നും വരേണ്ടതില്ല. ആവശ്യമുള്ള ആൾക്കാർ മാത്രമുണ്ടായാൽ മതി. പ്രസാദ വിതരണം നടക്കട്ടെ, അത് തന്നെ ധാരാളം.
നമ്മുടെ ദേവിക്ക് ആഡംബരങ്ങൾ ഒന്നും തന്നെ ഇഷ്ടമല്ലല്ലോ. കാര്യങ്ങൾ നടക്കട്ടെ. എന്താടാ ഇതൊക്കെ? അല്ല, നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ അധികാരിയോടാണോ സംസാരിച്ചത് അതോ ഏതെങ്കിലും വ്യാപാരിയോടാണോ സംസാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പോയാ ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ എന്താകുമോ എന്തോ. ദേവി ത്രിപുര സുന്ദരി, അങ്ങ് തന്നെ ഞങ്ങളെ കാക്കണം. എന്താന്നറിയില്ല, എല്ലാം ദേവി തന്നെ നോക്കട്ടെ. മാഡം, ഈ ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രം നല്ല ശക്തിയുള്ള ക്ഷേത്രമാണോ? അതെ അർജുൻ, ഒരുപാട് ശക്തിയുള്ള ദേവിയാണത്. ഓരോ 21 വർഷത്തിലും ശ്രീചക്ര വൈഭവ പൂജ നടത്താറുണ്ട്. ഒരു പുണ്യ സ്ഥലമാണത്. ഇപ്പൊ ആ ദേവിക്ക് സുമംഗല പൂജ നടക്കുന്ന സമയമാണിത്. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എല്ലാ വർഷവും പോകാറുണ്ട്. അപ്പൊ പിന്നെ അനന്യ ഒറ്റയ്ക്ക് പോയതോ മാഡം? നിങ്ങൾ എല്ലാ വർഷവും ആ അമ്പലത്തിൽ പോവാറുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഈ വർഷം പോവാത്തത്? ജീവന തുല്യം സ്നേഹിക്കുന്ന മോള് ഇതാ ഒറ്റയ്ക്ക് പോയിരിക്കുക. നിങ്ങളും കൂടി അവളുടെ കൂടെ പോവാതിരുന്ന എങ്ങനെ ശരിയാവും? സരോജ, നിനക്ക് പോകണമെന്നുണ്ടോ? എന്താ സാറേ ഇങ്ങനെ പോവാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുന്നേ? മാഡത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. ആ കണ്ണിൽ നോക്കിയാൽ തന്നെ അറിയാം ആ ദേവിയുടെ അമ്പലത്തിലേക്ക് പോവാനായിട്ട് മാഡത്തിന്റെ മനസ്സ് എന്തുമാത്രം തുടിക്കുന്നുവെന്ന്. ഓഫീസ് ജോലിക്ക് തടസ്സം ഉണ്ടാവുന്ന കരുതിയ മാഡം മിണ്ടാതിരിക്കുന്നത്. അതല്ലായിരുന്നെങ്കിലും അർജുൻ വേഗം കാർ എടുക്കുന്ന പറയുമായിരുന്നു. അങ്ങനെയല്ല അർജുൻ, എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അനന്യ പോയതുകൊണ്ടാ ഞങ്ങള് വേണ്ടാന്ന് വെച്ചത്. അനന്യ ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് പോയിരിക്കുന്നത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നത്. എന്നാ അനന്യയുടെ നന്മയ്ക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കുക? അവൾ അവളുടെ കാര്യത്തിന് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കില്ല എന്ന് അറിയില്ലേ നിങ്ങൾക്ക്? അവൾക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമാ. അപ്പോ നിങ്ങളും അവളെക്കുറിച്ച് ഒന്ന് ആലോചിക്കണ്ടേ? അതേട്ടാ, അർജുൻ പറയുന്നതിൽ കാര്യമുണ്ട്. 2 ദിവസത്തെ കാര്യമല്ലേ? നിങ്ങൾക്ക് 2 ദിവസം ഓഫീസിൽ ലീവ് എടുത്തൂടെ? എന്താ മാഡം ലീവ് എടുക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുന്നത്? ലീവ് എടുക്കേണ്ടത് ഞാനല്ലേ? സാറിന്റെ ഓഫീസിലെ സാറിനോട് ആര് ചോദിക്കാനാ? മാഡം ഒന്ന് മൂളിയാ മതി. 20 സെക്കൻഡ് കൊണ്ട് കാർ വീടിന്റെ മുന്നിലെത്തും. നമുക്ക് ഉടനെ പുറപ്പെടാം. അർജുൻ, ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ തനിക്കെന്താ എത്ര താല്പര്യം? അനന്യ അവിടെ ഉള്ളപ്പോ ഈ അർജുൻ ഇവിടെ എന്ത് കാര്യമോ സാർ? അത് പിന്നെ പരിചയമില്ലാത്ത സ്ഥലം, അനന്യ അവിടെ ഒറ്റയ്ക്കെന്ന് പറയുമ്പോ, നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോ നിങ്ങളുടെ അവസ്ഥയും കൂടി ഞാൻ കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലേ മാഡം? അതും മാത്രമല്ല, നിങ്ങൾ അനന്യയുടെ കാര്യം എപ്പോഴും സംസാരിക്കാറില്ലേ? അവളെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകണമെന്നും എന്നോട് എപ്പോഴും പറയാറില്ലേ? മാഡം പറയുമ്പോഴൊക്കെ ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വരാറില്ലേ? അതുകൊണ്ടാ. ഏട്ടാ, അർജുൻ പറയുന്നത് ശരിയാണ്. നമുക്ക് എന്തായാലും അവിടെ പോണം. ശരി. അത് മാത്രമല്ലല്ലോ, അത്രയും ശക്തിയുള്ള അമ്പലം എന്നല്ലേ പറഞ്ഞത്? എല്ലാ വർഷവും നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുമെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഈ വർഷം അമ്പലത്തിലേക്ക് പോവാതിരിക്കരുത്. എന്താന്ന് വെച്ചാൽ ഈ വർഷം അവിടെ ശ്രീചക്ര പൂജ നടക്കുകയല്ലേ? അതുകൊണ്ടാ ഞാൻ പോയി കാർ എടുത്തോണ്ട് വരാം. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. അല്ല അർജുൻ, നമ്മൾ 2 ദിവസം അവിടെ തങ്ങാൻ പോവല്ലേ? അപ്പൊ വീട്ടിൽ പറയാതെ ഈ 2 ദിവസം മാറി നിൽക്കാന്ന് വെച്ചാ? മാഡം, ഞങ്ങളുടെ കുടുംബം മുഴുവനും ഈശ്വര പൂജയിലും ആനന്ദം കണ്ടെത്തുന്നവരാ. ഞാൻ അമ്പലത്തിലേക്ക് പോയെന്ന് പറഞ്ഞാ എന്താ അർജുൻ, നിനക്ക് 2 ദിവസം കൊണ്ട് അമ്പലത്തിൽ നിന്നിട്ട് വന്നാ പോരായിരുന്നു ചോദിക്കും. വാങ്ങിക്കൊണ്ടുവരുന്ന പ്രസാദം കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് എല്ലാവരും കഴിച്ചു തീർക്കുകയും ചെയ്യും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വേഗം റെഡിയാവാൻ നോക്ക്. ഞാൻ പോയി കാർ എടുത്തോണ്ട് വരാം. ഇന്ന് നിങ്ങളുടെ ഡ്രൈവർ ഞാനാ. ആള് ശരിക്കൊരു നിഷ്കളങ്കനാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, എന്ത് ജോലി ചെയ്യാനും അർജുൻ ഒരു മടിയില്ല. ശരിയല്ലേ? അതെ ഏട്ടാ, വളരെ നല്ല പയ്യനാ. പാവം അർജുൻ. അതെ ഏട്ടാ, അവന് കുറച്ച് ശമ്പളം കൂട്ടി കൊടുക്കണേ. ഓക്കെ ഓക്കെ, നീ വേഗം പോയി റെഡി ആയിട്ട് വാ. എന്നെ കൊണ്ട് അമ്മയ്ക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലോകത്തെ സംരക്ഷിക്കുന്ന ദേവി അങ്ങ്, അങ്ങേ പോലുള്ള മഹാശക്തിക്ക് എന്നെ കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റും? പക്ഷേ ദേവിയുടെ ആശീർവാദ അനുഗ്രഹം എനിക്ക് വേണം. ദേവിക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കൂ.
ദേവി എന്നെ കൈവെടിഞ്ഞാൽ എനിക്ക് മരണം മാത്രമേ ഉണ്ടാവൂ. എല്ലാം നഷ്ടമായ ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കുകയാണ്. അമ്മയായി ഗുരുവായി ദേവി തന്നെ എന്നെ കാക്കണം. ദേവി തന്നെ എന്നെ സംരക്ഷിക്കണം. ഈ പുണ്യഭൂമിയിൽ വരാൻ ഞാൻ ഭാഗ്യം ചെയ്തവളാണ്. ശിവരഞ്ജിനിയോ പ്രിയ സഖി, ഗിരിനന്ദിനിയോ വിധുമുഖി. എഴുന്നേൽക്കൂ, നല്ലതേ സംഭവിക്കൂ. എന്തിനാണ് ഈ കണ്ണുനീർ? ഇതെല്ലാം എനിക്ക് സ്വപ്നം പോലെ തോന്നുന്നത്. ഞാനൊരു സാധാരണക്കാരിയാ, ദേവി അസാധാരണക്കാരിയാ. എനിക്ക് ദേവിയുടെ ദർശന ഭാഗ്യം ലഭിച്ചു. ഈ ജന്മത്തിൽ എനിക്കിത് മാത്രം മതി. എല്ലാരും ഒന്നാണ്. ഈ ലോകത്തിലെല്ലാം ഒന്നാകുന്നു. സാധാരണക്കാരിയായ നിന്നെക്കൊണ്ട് അസാധാരണമായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദേവി പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ലോകത്തെ സംരക്ഷിക്കുന്ന ദേവി അങ്ങ്. അങ്ങേക്ക് എന്നെ കൊണ്ട് എന്താ ആവശ്യമാണുള്ളത്? ആരാ ഇത്? ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുവാണല്ലോ. സൃഷ്ടിയെ സംബന്ധിച്ച് എന്തിന് എന്നീ ചോദ്യങ്ങൾക്ക് ചില സമയങ്ങളിൽ മറുപടി ഉണ്ടാവില്ല അനന്യ. നമ്മെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശക്തി നമുക്കുണ്ടെങ്കിൽ പോലും നമുക്ക് നിന്റെ സഹായം ആവശ്യമാണ്. ഇതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ഇവിടെ ആരും തന്നെ വലിയവനുമല്ല, ആരും ചെറിയവനുമല്ല. ചില സമയത്ത് അതിശക്തിമാനും നിസ്സഹായനായി പോകും. ഞാനിവിടെ വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? പറയൂ. എല്ലാം എനിക്ക് അറിവുള്ളതാണ്. എന്നാൽ അത് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നാം ഉള്ളത്. ഇപ്പോൾ നാം എന്റെ കുട്ടികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരമ്മയാണ്. നമ്മുടെ സന്താനങ്ങൾ കാരണം നാം ഇപ്പോൾ ബലഹീനയാണ്. അമ്മയുടെ വാത്സല്യം എന്ന മായാവലയത്തിൽ ബന്ധിക്കപ്പെട്ടൊരു മാതാവാണ് നാം. നീ ഇവിടെ നിന്നും പോകുന്നതിന് മുൻപ് നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും നാം ഉത്തരം നൽകുന്നതായിരിക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കൂ. ശരി, ഞാൻ കാത്തിരിക്കാം. ഇവിടെ നിന്നുകൊണ്ട് നീ എന്തൊക്കെ ചെയ്യണമെന്ന് നിനക്ക് ഓരോന്നായി മനസ്സിലാകും. അതുപോലെ ചെയ്യൂ. എന്നാൽ നീ ജാഗ്രതയോടെ ഇരിക്കണം. ദുഷ്ടശക്തികൾ നിന്നെ പിന്തുടർന്നു വരുന്നതായിരിക്കും. മകൾ അമ്മയുടെ അടുത്താണുള്ളത്. ഇനി എന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അമ്മയുടെ കയ്യില്. ഞാൻ അമ്മയിൽ വിശ്വസിക്കുകയാണ്. അമ്മ തന്നെ എനിക്ക് വഴി കാട്ടണം. നീ ആരോടാ സംസാരിക്കുന്നേ? നിന്നോട് തന്നെ ചോദിച്ചേ, നീ ആരോടാ സംസാരിച്ചേ? ആരോടും സംസാരിച്ചില്ലല്ലോ. കള്ളം. നീ കള്ളം പറയോ? ആരോടോ കൈകൂപ്പി സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ. അതോ, ഞാൻ ആദ്യമായിട്ടല്ലേ ഈ നാട്ടിലേക്ക് വരുന്നത്. എനിക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണോ? ഞാൻ രാഖി. എന്റെ പേര് അനന്യ. മല്ലികപുരത്തിൽ നിന്നാണ് വരുന്നത്. ദേവിക്ക് സുമംഗലി പൂജ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതാ പ്രസാദം വാങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചത്. നല്ല കാര്യം തന്നെയാ. പക്ഷെ ദേവിയുടെ സുമംഗലി പൂജയ്ക്ക് ഇനി 2 ദിവസം ഉണ്ടല്ലോ. അതുവരെയും എനിക്ക് ഈ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോണം. ഞാൻ പറയുന്നത് നീ തെറ്റായി എടുക്കരുത്. നിനക്ക് എന്റെ വീട്ടിൽ താമസിച്ചൂടെ? അമ്മയും അച്ഛനും മുത്തശ്ശി അനിയനും മാത്രമേ ഉള്ളൂ വീട്ടില്. ആരും ഒന്നും വിചാരിക്കില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാ പറഞ്ഞത്. പറ്റില്ലെന്ന് പറയരുത്. ശരി, ഇപ്പൊ പോയി ക്ഷേത്രം എല്ലാം ചുറ്റി കണ്ടിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോവാം. വാ.
ഏട്ടാ നമ്മളിവിടെ വന്നിട്ട് 1 വർഷമായല്ലേ? ആ ദേവി നമ്മളെ എല്ലാവരും വീണ്ടും ഇവിടെ കൊണ്ടുവന്നു. അതെ സരോജ, ദേവി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വരാതിരിക്കാനാവില്ലല്ലോ. അല്ല, അനന്യ എവിടെ? അനന്യ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്നും അമ്പലത്തിൽ പോവാറുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോ ഇത് അമ്പലങ്ങളുടെ നാടായ ചക്രപുരിയാണ്. ഓരോ തെരുവിലും 2 അമ്പലം വെച്ചുണ്ടാവും. ഓരോ അമ്പലത്തിലും 3 തവണ വെച്ച് വലം വെക്കുകയാണെന്നുണ്ടെങ്കിലും അനന്യ ഒരു 10-15 ദിവസത്തേക്ക് മടങ്ങി വരും തോന്നില്ല. അവള് ചിലപ്പം പ്രദക്ഷിണ വെക്കുകയായിരിക്കും. ചെയ്യട്ടെന്നേ, നല്ലൊരു ഭർത്താവിനെങ്കിലും കിട്ടട്ടെ. അതിന് കിട്ടിക്കഴിഞ്ഞല്ലോ. എന്താ കിട്ടിക്കഴിഞ്ഞെന്നോ? എവിടെ? അത് പിന്നെ മകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കള് അവളുടെ കല്യാണ കാര്യത്തെ പറ്റിയും ഒരിക്കലും ചിന്തിക്കാതിരിക്കില്ല. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പയ്യൻ ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാ സാർ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോട്ടെ, നിങ്ങൾ ചെക്കനെയൊന്നും കണ്ടുവച്ചിട്ടില്ലേ? ഇല്ല മോനെ, ഉടനെയൊന്നും അവളുടെ കല്യാണം നടത്തുന്നില്ല. ഇനി കുറച്ചു ദിവസം കൂടി അവൾ ഞങ്ങളുടെ കൂടെ സന്തോഷമായിട്ടിരിക്കട്ടെ. ഈ അമ്മയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ മകളുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. അങ്ങനെയാണോ? എന്താ അർജുൻ പെട്ടെന്ന് ഡള്ളായത്? അങ്ങനെയല്ല സാർ, വേഗം ഒരു കല്യാണ സദ്യ കഴിക്കാലോ എന്ന് കരുതിയിട്ടാ. അത് സാരമില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടം, എപ്പോ വേണമെങ്കിലും നടത്താലോ. പക്ഷെ എനിക്ക് പകരം നിങ്ങൾ വേറെ ഏതെങ്കിലും പയ്യനാണ് ആലോചിക്കുന്നെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ത്രിപുര സുന്ദരി ദേവി നിങ്ങളോട് മറുപടി ചോദിച്ചിരിക്കും. വാ അർജുൻ. ഇവർക്ക് കുറച്ച് ബുദ്ധി കൊടുക്കണേ എന്റെ ദേവി. അനന്യയുടെ മനസ്സിലും ഞാനാണ് അവളുടെ ഭർത്താവാകാൻ പോകുന്ന പയ്യനെന്ന ചിന്തയും കൂടി കൊടുത്തേക്കണേ. മതി മതി, അധിക നേരം ദൈവത്തിന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല എന്നാ. ഈശ്വരനോട് കൂടുതലൊന്നും ആവശ്യപ്പെടാൻ പാടില്ല എന്നാ. ഈ ചെക്കന് ആഗ്രഹം കുറച്ച് കൂടുതലാണെന്ന് ചിലപ്പോ ആ ദേവി വിചാരിച്ചാലോ? അതൊന്നും സാരമില്ലാന്നേ. മകന് അമ്മയോടല്ലേ വരം ചോദിക്കാൻ പറ്റൂ. അമ്മയോടൊരു മകൻ വരം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നൽകാതിരിക്കാൻ കഴിയോ? അല്ല, അർജുൻ എന്താ പ്രാർത്ഥിച്ചത്? വേറെന്ത് പ്രാർത്ഥിക്കാനാ? അനന്യെ കിട്ടാനാ പ്രാർത്ഥിച്ചേ. അയ്യോ, എന്തിനാ ഷോക്കായത്? അനന്യയ്ക്ക് വേണ്ടി ഞാൻ സത്യമായും പ്രാർത്ഥിച്ചത്. നിങ്ങൾ അവളെ ഒരുപാട് സ്നേഹിക്കുകയല്ലേ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ മറന്ന് എവിടേക്കും പോവരുതെന്ന് പ്രാർത്ഥിക്കായിരുന്നു. എത്ര നല്ല മനസ്സാ നിന്റേത്. വായേട്ടാ. ഞാൻ നല്ല പയ്യനാണെന്ന് വാ തുറന്ന് വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരേ ഒരു തവണ നിങ്ങളുടെ മരുമകനായിക്കൂടെ എന്ന് ചോദിച്ചൂടെ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുമായിരുന്നു. ഹലോ വിക്രം. വിക്രം, സുഖമായിരിക്കും? നമസ്കാരം. ഇവിടെ എത്ര ആളായി നിങ്ങളെ കണ്ടിട്ട്? കൃത്യമായി പറഞ്ഞ 1 വർഷം. കഴിഞ്ഞ വർഷം സുമംഗലി പൂജയ്ക്ക് വന്നതാ. പക്ഷെ ഇത്തവണത്തെ പൂജ ഇന്നല്ല, മറ്റന്നാളാ. ഈ നാട്ടിൽ വരുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. ദേവീ സന്നിധിയിൽ കിട്ടുന്ന മനസമാധാനം വേറെ എങ്ങും കിട്ടില്ല. ദേവിയുടെ മഹിമ തന്നെ അതാണ്. ദേവി ആഗ്രഹിക്കുന്നവരിവിടെ എത്തും. നിങ്ങളൊരു പെൺകുട്ടിയെ ദത്തെടുത്തിരുന്നു അല്ലേ? ഞങ്ങളത് അറിഞ്ഞായിരുന്നു കേട്ടോ. സത്യമാണോ? അതെ, അനന്യാന്ന്. നല്ല ഭക്തിയുള്ള കുട്ടിയാ. ഇവിടെ വന്നിട്ടുണ്ടോ? അവളെവിടെ? നോക്ക് ചേട്ടാ, ഈ ഗ്രാമത്തിലെ പ്രധാന അമ്പലങ്ങളിലെല്ലാം അവളിപ്പോ വലം വെച്ചോണ്ടിരിക്കായിരിക്കും. എന്നുവെച്ചാ ദൈവഭക്തി കൂടുതലാണെന്ന് അർത്ഥം. ഇതാരാ? അർജുൻ, എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാ. സാർ, പൂജ ആരംഭിക്കാൻ ഇനിയും 2-3 ദിവസമുണ്ട്. അതുവരെ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചാലോ? അയ്യോ, ഹോട്ടലിൽ താമസിക്കാന്നോ? നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടില്ലേ ഈ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വീട്ടിലാണ് തങ്ങുന്നതെന്ന്? അത് അല്ല, എപ്പോഴത്തെയും പോലെ നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നേന്നൊന്നും ചോദിക്കണ്ട. നിങ്ങൾ വന്നേ പറ്റൂ. നിങ്ങൾ വന്നാ എന്റെ അമ്മായിക്ക് വലിയ സന്തോഷവും. തീർച്ചയായിട്ടും വരാം. മോനെ അർജുൻ, നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോവാം. എന്നാ നിങ്ങൾ ചെന്നോളൂ, ഞാൻ ഈ അമ്പലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. വേഗം വരണേ, എന്നാൽ നമുക്ക് പോകാം.
ഈ മിസ് മായക്കാരി എവിടെയായിരിക്കും പോയത്? ഇപ്പൊ ഏത് അമ്പലത്തിലായിരിക്കോ എന്തോ. അല്ല, നിന്റെ അച്ഛനും അമ്മ എന്താ വരാത്തെ? നിനക്കൊരു കാര്യം അറിയോ? ഈ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും അവരുടെ മക്കൾക്ക് വേണ്ടി പൂജ ചെയ്യാനാ വരുന്നത്. അവർക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതാ വരാത്തത്. നീ എന്താ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുന്നേ? ഓ, എന്നത്ര പരിചയമില്ലാത്തോണ്ടാണോ? വലിയ പരിചയമില്ലെങ്കിൽ എന്താ, കൂട്ടാവാൻ 2 നിമിഷം പോലും വേണ്ടല്ലോ. ഒന്ന് മനസ്സ് വെച്ചാ പെട്ടെന്ന് തന്നെ കൂട്ടുകാരാവാലോ. എന്നാലും നിന്നെ കാണുമ്പോ എന്തോ വ്യത്യാസം തോന്നുവാ എനിക്ക്. അങ്ങനെയാണോ? എന്ത് വ്യത്യാസമുള്ളത്? ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല, മുഖത്തൊരു ചിരിയില്ല, ഈ ഭൂമിയിലുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല, ദേവലോകത്തുനിന്ന് വന്നതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്തോ ഉണ്ട്, അതെന്താന്ന് മനസ്സിലാവുന്നില്ല. നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല.